നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ 10-15 ദിവസമായിട്ട് കാത്തിരിക്കുന്ന ഒരു സാധനം എൻ്റെ കൈ കിട്ടി. ഡ്രൈവിംഗ് ലൈസൻസ്, സ്മാർട്ട് കാർഡ്. നിങ്ങളെപ്പോലെ ഞാനും ഇത് അപ്ലൈ ചെയ്തിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഏപ്രിൽ 23-ാം തീയതിയാണ് ഞാനിത് അപ്ലൈ ചെയ്തത്. അന്നാണ് ഞാൻ ആ വീഡിയോയും ചെയ്തത്. അത് കണ്ട് ചെയ്ത പലർക്കും കാർഡ് കിട്ടി. എനിക്ക് ഇന്നാണ് കിട്ടിയത്. ഇന്ന് മെയ് 11-ാം തീയതി. ഏകദേശം 18 ദിവസങ്ങൾ എടുത്തു എൻ്റെ കയ്യിൽ കിട്ടാൻ. ഈ കാർഡ് എങ്ങനെയാണെന്നുള്ളത് കണ്ടാലോ? ഇങ്ങനെ ഒരു കവറിലാണ് കേട്ടോ ഇത് വന്നത്. അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ. ഇങ്ങനെ ഒരു മെസ്സേജ് പലരും അപ്ലൈ ചെയ്തിട്ട് സ്റ്റാറ്റസ് നോക്കുമ്പോൾ കാണുന്നുണ്ട്. ഇതിൽ നേരിട്ട് RTO ഓഫീസിൽ ഹാജരാകാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി പലരും ചോദിച്ചപ്പോൾ അവരോട് തന്നെ ഞാൻ RTO ഓഫീസിൽ പോയി നോക്കാൻ പറഞ്ഞപ്പോൾ RTO ഓഫീസിൽ പോയ സമയത്ത് അവർ പറഞ്ഞത് ഇത് ഒരുപാട് അപേക്ഷ വന്ന് കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഡിലേ വരുന്നത്. അപ്പോൾ ഈ മെസ്സേജ് നോക്കണ്ട, ഓട്ടോമാറ്റിക്കലി ശരിയായിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യൂ, സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ശരിയായിട്ടില്ലെങ്കിൽ മാത്രം വന്നാൽ മതി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് എല്ലാവരും ചാടി പിടിച്ച് RTO ഓഫീസിലേക്ക് പോകണ്ട, വേണമെങ്കിൽ നിങ്ങളുടെ RTO ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു ചോദിക്കുക, എന്നിട്ട് പോയാൽ മതി. RTO ഓഫീസിന്റെ നമ്പർ ഗൂഗിളിൽ തിരഞ്ഞു കഴിഞ്ഞാൽ കിട്ടും, അറിയാലോ. ഇനി നമുക്ക് ഈ കാർഡ് ഒന്ന് അൺബോക്സിങ് ചെയ്യാം അല്ലേ? അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങളിൽ ആർക്കെങ്കിലും എയർപോർട്ട് ജോലി ആവശ്യമെങ്കിൽ, ഒരുപാട് പേര് സ്വപ്നമാണ് എയർപോർട്ട് ജോലി, അറിയാലോ. നമ്മളുടെ സുഹൃത്തുക്കളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പാലക്കാട് ഒറ്റപ്പാലത്തുള്ള ട്രിപ്പിൾ അക്കാഡമി. ഡിഗ്രി പഠിച്ചവർക്ക് 3 മാസത്തിലും +2 കഴിഞ്ഞവർക്ക് 6 മാസത്തിലും 100% ഉറപ്പിൽ എയർപോർട്ടിൽ ജോലി കിട്ടും. നോക്കൂ, ഇവിടെ പറയുന്നത് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അല്ല, 100% ജോലി കിട്ടുമെന്നുള്ള ഉറപ്പാണ്, അല്ലെങ്കിൽ ഫീസ് മടക്കി തരും എന്നുള്ളതാണ്. ഏവിയേഷൻ കോഴ്സിനെ പറ്റി അറിയണം എന്ന് പറഞ്ഞിട്ട് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 100% ജോലി കിട്ടും. ഇതൊരു പരസ്യമായിട്ട് പറയുന്നതല്ല കേട്ടോ, എൻ്റെ സുഹൃത്തുക്കളുടെ സ്ഥാപനമാണ് ട്രിപ്പിൾ അക്കാഡമി ഒറ്റപ്പാലത്തെ, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സജസ്റ്റ് ചെയ്യുക. എൻ്റെ ഈ നമ്പറിലേക്ക് ഏവിയേഷൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് വേണം മറ്റൊന്ന് വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞാൽ മതി, സകല വിവരങ്ങളും ഞാൻ കൊടുത്തോളാം. ഓക്കെ, ഇനി നമുക്കിത് അൺബോക്സ് ചെയ്യാം അല്ലേ? ഞാനും ഇപ്പോഴാണ് കാണുന്നത്. ഇതില് ഇങ്ങനെ ഒരു കവറുണ്ട്, അതിൻ്റെ കൂടെ ഇതാ ഡ്രൈവിംഗ് ലൈസൻസ്. സംഭവം കൊള്ളാലോ, നന്നായിട്ടുണ്ട് കേട്ടോ, ക്യൂട്ടായിട്ട് ATM രൂപത്തിൽ തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു പേപ്പർ ഉണ്ട്, അത് ആദ്യം നോക്കാം. ഇതങ്ങനെ ഒരു സംഭവമാണ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കേരള എന്ന് പറഞ്ഞിട്ട്, വി താങ്ക് യു ഫോർ ഗിവിംഗ് ആസ് ദ ഓപ്പർച്യൂണിറ്റി ടു സെർവ് യു ആൻഡ് ഇറ്റ് ഈസ് അവർ കൺസ്റ്റന്റ് എൻഡിവർ ടു മേക്ക് യുവർ എക്സ്പീരിയൻസ് വിത്ത് ദ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കേരള ട്രോളി സാറ്റിസ്ഫൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, മോട്ടോർ വാഹന വകുപ്പിന്റെ. ഇനി നമുക്ക് കാർഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് ആ കാർഡ്. ഇതിൽ ചിപ്പൊന്നും ഇല്ല കേട്ടോ. ഞാനും ആദ്യത്തെ വീഡിയോയിൽ ചിപ്പുള്ള കാർഡ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പലരും പറയുന്നത് കേട്ട് പറഞ്ഞതാണ്, പക്ഷെ ഇതിൽ ചിപ്പില്ല, അതിന് പകരം QR കോഡാണുള്ളത്. ഈ കാർഡിൽ 7ഓളം സുരക്ഷാ ഫീച്ചേഴ്സ് ഉണ്ട് അത്രേ. അതെന്തൊക്കെയാന്നുള്ളത് നോക്കാം അല്ലേ? ഇത് PVC PetG മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ATM കാർഡ് പോലെ. അതായത് വെയിൽ കൊണ്ടാലും ഇത് മങ്ങില്ല അത്രേ. ഇതിലെ 7 സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്, അതെന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഇതിലൊരു നേരത്തെ ഒരു പാറ്റേൺ ഉണ്ട്, ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ. ഇത് വ്യാജമായിട്ട് ചെയ്യാൻ പറ്റില്ല അത്രേ, ഇതിന് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. രണ്ടാമത്തെ കാര്യം വരുന്നത്, ഇതിന്റെ സൈഡിൽ ഒരു സീരിയൽ നമ്പർ ഉണ്ട്. മൂന്നാമത്, ഇതിലൊരു ഇൻവിസിബിൾ ഇങ്കോ ഉണ്ട്, അതായത് അൾട്രാ വയലറ്റിലൂടെ കൊണ്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ള വിധത്തില് കേരള ഗവൺമെന്റിന്റെ സിമ്പലും MVDയുടെ സിമ്പലും അതിൽ കാണിച്ചിട്ടുണ്ട്. അതും നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. നാലാമത്, ഇതിന്റെ സൈഡിൽ ഒരു MVDയുടെ ഒരു ഹോളോഗ്രാം ഉണ്ട്. ഇതിന് 9ഓളം ലെയേഴ്സ് ഉണ്ട് അത്ര, അതങ്ങനെ ഇളക്കി മാറ്റാൻ പറ്റില്ല എന്ന്. പിന്നെ ഇതിൽ ഇന്ത്യയുടെ ഒരു ഇമേജ് ഉണ്ട് ഇവിടെ താഴത്തായിട്ട്. ഇത് OVI ഇമേജ് ആണ്, അതായത് ഒപ്റ്റിക്കബിൾ വേരിയബിൾ ഇമേജ്, അങ്ങനെ എന്തോ പറയും. ഇത് അല്പം ചരിച്ചാൽ ഇതിന്റെ കളർ മാറും. ആറാമതായിട്ട്, ഇതിൻ്റെ ഇവിടെ ഒരു സൈഡിൽ ഒരു മൈക്രോ പ്രിന്റിംഗ് ഉണ്ട്, വളരെ ചെറിയ അക്ഷരത്തിലാണ്. ഇത് നമുക്ക് കോപ്പി ചെയ്യുമ്പോൾ, അതായത് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കളർ ഫോട്ടോഷാറ്റോ അങ്ങനെ സ്കാനിങ് ഒക്കെ ചെയ്താലും അതിന്റെ പ്രിന്റ് ഔട്ടിൽ ഈ മൈക്രോ പ്രിന്റിംഗ് ആയിട്ടുള്ള ഈ സംഭവം കിട്ടില്ല അത്രേ. ഏഴാമതുള്ളത് ഇതിന്റെ ആ QR കോഡ്. ഈ QR കോഡ് സ്കാൻ ചെയ്താൽ സകല വിവരങ്ങളും കിട്ടുന്നു. അങ്ങനെ 7ഓളം സുരക്ഷാ മാനദണ്ഡങ്ങളുള്ള ഒരു അടിപൊളി കാർഡ് എന്ന് തന്നെ പറയാം. നമ്മൾ പല സ്റ്റേറ്റിന്റെയും പണ്ട് മുതലേ കാണുമ്പോൾ നമ്മുടെ മാത്രം ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ലാമിനേറ്റഡ് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതിന്നിപ്പോൾ മാറിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡായി.
അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ഈ പുതിയ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാനും അതിന്റെ കുറെ സംശയങ്ങളെല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ആദ്യത്തെ കമന്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിട്ട് ആ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ പറ്റും. ഇതെല്ലാം കണ്ടിട്ട് അപ്ലൈ ചെയ്യുക. ഇപ്പൊ എന്തോ അപ്ലൈ ചെയ്യാനുള്ള ഒരു സംവിധാനം വരുന്നില്ല എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. ഒന്ന് നോക്കി നോക്കുക. ചിലപ്പോൾ താൽക്കാലികമായിട്ട് സൈറ്റിൽ എന്തെങ്കിലും വർക്ക് നടക്കുന്നതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും എറർ ആവുന്നതായിരിക്കാം. പിന്നീട് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ കാലാവധി എന്താണോ അതുവരെ ആ ലൈസൻസ് തന്നെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. എന്നാലും ഇപ്പോൾ 245 രൂപയേ ഉള്ളൂ. വരുന്ന മാർച്ച് 2024 മാർച്ച് വരെയാണ് ഈ ഓപ്ഷൻ ഉള്ളത്. അത് കഴിഞ്ഞാൽ 1200 രൂപയുടെ മേലേക്കാവുന്ന കേട്ടത്. എടുത്തു വെക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയവരൊക്കെ നമുക്ക് വാട്സപ്പ് ചെയ്യാറുണ്ട്. അതെല്ലാം ഞാൻ സ്റ്റാറ്റസ് ആക്കിയിട്ട് വെക്കാറുണ്ട് കേട്ടോ. ഒരു സന്തോഷം. ഓക്കെ, നോക്കൂ. അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവരെ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് കയറി നോക്കുക. അതെങ്ങനെ കയറേണ്ടതെല്ലാം നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്നുള്ളതെല്ലാം നോക്കി വെക്കുക. എന്തായാലും ഇപ്പൊ എനിക്ക് 18 ദിവസം എടുത്തു. ഇതുപോലെ നിങ്ങൾക്കും കിട്ടും കേട്ടോ. അതിന് മുന്നേ നമുക്ക് മെസ്സേജുകളൊക്കെ വരും. ഇങ്ങനെ നമുക്ക് തപാൽ വകുപ്പിൽ നിന്ന് നമ്മൾ സ്പീഡ് പോസ്റ്റിൽ ഇത് അയച്ചിട്ടുണ്ട്, അത് ഇന്നവിടെ എത്തി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 2-3 മെസ്സേജുകളൊക്കെ വരും. അപ്പൊ അങ്ങനെ വരുന്നത് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ്മാൻ നിങ്ങളുടെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് തരും. ഇത്രയൊക്കെ ഉള്ളൂ പുതിയ സ്മാർട്ട് കാർഡ് അല്ലെങ്കിൽ PetG ഡ്രൈവിംഗ് ലൈസൻസിന്റെ വിശേഷങ്ങൾ. ഞാൻ അതിന്റെ വീഡിയോയിൽ ഇടയിൽ പറഞ്ഞ പോലെ ഏവിയേഷൻ കോഴ്സ് നോക്കുന്നവരുണ്ടെങ്കിൽ, അതായത് ഡിഗ്രി കഴിഞ്ഞവർക്ക് 3 മാസത്തിൽ ജോലി, +2 കഴിഞ്ഞവർക്ക് 6 മാസത്തിൽ ജോലി ഷുവറാണ്, അല്ലെങ്കിൽ കോഴ്സ് ഫീ മടക്കി തരും. ട്രിപ്പാലത്തുള്ള NNN അക്കാഡമി ചെയ്യുന്ന ഒരു വാഗ്ദാനമാണ്. നിങ്ങളുടെ ആവശ്യമുള്ളവർ അത് ഉപയോഗിക്കുക. അതിന്റെ കാര്യത്തിനും മറ്റെന്ത് സംശയങ്ങളുണ്ടെങ്കിലും എൻ്റെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. വിളിച്ചാൽ കിട്ടില്ല, വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾക്ക് എന്തായാലും മറുപടി കിട്ടിയിരിക്കും. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോക സമസ്ത സുഖിനോ ഭവന്തു.